കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ട ഒരു അധ്യായമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങൾ ഒരു ശരാശരി മലയാളിയുടെ തൊലിയുരിക്കാൻ പര്യാപ്തമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ പ്രവർത്തകർക്ക് പോലും രക്ഷയുണ്ടായിരുന്നില്ല. നിന്നെ റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന ഇരയോടുള്ള രാഹുലിന്റെ ലൈംഗിക വൈകൃതം ഒരു ഞെട്ടലോടുകൂടിയാണ് കേരളീയ സമൂഹം കേട്ടത്. അയാളിൽ നിന്നും ഗർഭം ധരിച്ച യുവതിയോട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ക്രൂരമായി ആവശ്യപ്പെടുന്നതും ലോകം കേട്ടു. നിമിഷങ്ങൾ മതി നിന്നെ ഇല്ലാതാക്കാൻ എന്ന വാക്കുകൾ കേട്ട് അയാളെ അടുത്തറിയുന്നവർ പോലും ഞെട്ടിത്തരിച്ചു. രാഹുലിന്റെ പീഡനത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം തന്നെ നിർത്തിപ്പോയ പെൺകുട്ടികളുടെ കഥകളും പുറത്തു വന്നു. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനെ പുറത്താക്കാൻ, തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ മറ്റു വഴികളില്ലാതെ യൂത്ത് കോൺഗ്രസും തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളെ രക്ഷിക്കാൻ ജാഗ്രത കാണിച്ച ഇവർ എന്തുകൊണ്ടാണ് പാലക്കാട്ടെ അമ്മമാരെയും സഹോദരിമാരെയും കുറിച്ച് ഓർക്കാതിരുന്നത്? ഇത്രയും നീചനായ ഒരാളെ ജനപ്രതിനിധിയായി അടിച്ചേൽപ്പിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് ആ നിരപരാധികൾ ചെയ്തത്? ജനങ്ങൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കുടുംബവും പാർട്ടിയും രക്ഷപ്പെട്ടാൽ മതിയെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം തന്നെയാണ് ഇവിടെയും തെളിഞ്ഞു കണ്ടത്. എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് കോൺഗ്രസിന് ജനങ്ങളോടുള്ളത്? വിശ്വസിച്ച് ഭരണത്തിലേറ്റിയ പാർട്ടി വഞ്ചന തുടരുമ്പോൾ അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ പാലക്കാടൻ ജനത തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല.